വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ റൻഷിയുടെ വീട്ടിൽ താമസത്തിനെത്തിയ ശിവാൻജിയെ അവൻ അകത്തേക്ക് ക്ഷണിക്കുന്നു. ആദ്യം തമ്മിൽ സംസാരിക്കാൻ രണ്ടുപേർക്കും ചെറിയ ചമ്മലുണ്ടാകുന്നുണ്ട്. അകത്ത് കയറി ഉടൻ തന്നെ റൻഷി സാനിറ്റൈസർ അടിച്ച് മൊത്തത്തിൽ അവളെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. അവൻ്റെ മുന്നിൽ നിൽക്കാനുള്ള മടി കാരണം പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ അവൾ തുടങ്ങിയെങ്കിലും കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞ് അവൻ അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം നൽകുന്നു. അതിനുശേഷം വീടിനുള്ളിൽ പാലിക്കേണ്ട കുറേ റൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏകദേശം 30ഓളം ഡിമാൻഡുകൾ അവൻ പറയാൻ തുടങ്ങുന്നു. ശിവാൻജി ഡയറിയിൽ അവൻ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവൻ്റെ പുറകെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു തവണ അബദ്ധത്തിൽ അവൻ ചെന്ന് ഇടിക്കുന്നുണ്ട്. അവൻ്റെ ക്ലീനിങ് കണ്ടീഷൻ ശരിക്കും അവളെ അമ്പരപ്പിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കാൻ ഒരു യൂണിഫോം അവൻ അവൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ യൂണിഫോം ധരിച്ച് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിച്ചറിഞ്ഞ് ശിവാൻജി ജോലി തുടങ്ങുന്നു. അവൾ വീട്ടിലേക്ക് വന്നതിൻ്റെ സന്തോഷം റൻഷിയുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. അതേസമയം ഷിയാനി എന്നെ ഇഷ്ടമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ലൂഷ്യാൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് ജുൻജെ. റൻഷിയും അതേ സംശയത്തിൽ തന്നെയാണ്. ശിവാൻജിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിയാൻ എന്താണ് വഴി എന്നുള്ള അന്വേഷണത്തിലാണ് അവരും. അതിനുവേണ്ടി കുറേ ഓൺലൈൻ സൈറ്റിലൊക്കെ അവൻ കയറിയിറങ്ങുന്നുണ്ട്. ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ കുറേ സമയം നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുമെന്ന് അതിൽ എഴുതിയിരിക്കുന്ന കണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. ശിവാൻജി അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാറുന്ന സമയം അവൻ മുറിക്കുള്ളിലേക്ക് പോയി മുറി ക്ലീൻ ചെയ്യാൻ ഇങ്ങോട്ടൊന്ന് വരാൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ജോലിക്കിടയിലായതിനാൽ അവൾ മെസ്സേജ് കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞിട്ടും അവൾ മുറിയിലേക്ക് വരാത്തതിനാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഫോൺ ദൂരെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടത്. ഇനി മുതൽ ജോലി ചെയ്യുമ്പോഴും ഫോൺ തൊട്ടിട്ട് തന്നെ വെക്കണം, വോളിയം മാക്സിമം ആക്കി വെച്ചോളൂ, മാത്രമല്ല ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ 3 മിനിറ്റിനുള്ളിൽ റിപ്ലൈ തന്നിരിക്കണം എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. ഇത് പറയാൻ വേണ്ടി മാത്രമാണോ ബോസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നവൾ ചോദിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് എന്ന് കള്ളം പറഞ്ഞ് അവൻ ഗ്ലാസും എടുത്ത് കഴുകാനായി പോകുന്നു. പക്ഷേ ഗ്ലാസും കഴുകി തിരികെ വന്നപ്പോൾ അവന് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ശിവാൻജി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ വെപ്രാളത്തിൽ നോട്ടം മാറ്റിയിട്ട് വെള്ളം കുടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഗ്ലാസ്സിൽ വെള്ളമില്ലാത്തതിനാൽ ചമ്മുന്നുണ്ട്. ഉള്ളി അറിഞ്ഞുകൊണ്ടിരുന്ന ശിവാൻജി അബദ്ധത്തിൽ കണ്ണു ചൊറിഞ്ഞ് അവളുടെ കണ്ണ് നീറാൻ തുടങ്ങുന്നതിനാൽ അവൾ മുഖം കഴുകാനായി വെപ്രാളപ്പെട്ട് ഓടുന്നു. റൻഷി വേഗം ടിഷ്യൂ എടുത്തുകൊണ്ടുവന്ന് അവളുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ണു നീറുന്നതിൻ്റെ വെപ്രാളത്തിനിടയിൽ ശിവാൻജിയുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഉള്ളിയുടെ തൊലിയെല്ലാം കൂടി തെറിച്ച് മുറിക്കുള്ളിലേക്ക് വീഴുന്നു. റൻഷിയുടെ തലയിലും കുറച്ച് വീഴുന്നുണ്ട്. ശിവാൻജി അത് കാരണം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ റൻഷി വിചാരിച്ചത് അവളിങ്ങനെ നോക്കി നിൽക്കുന്നത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമെന്നാണ്. തലയിൽ നിന്ന് ഉള്ളിയുടെ തൊലിയെല്ലാം എടുത്തു മാറ്റി അവൾ സോറി പറഞ്ഞപ്പോഴാണ് അവർ കാര്യം മനസ്സിലായത്. വേസ്റ്റ് എന്തിനാണ് ഇങ്ങനെ ഇവിടെ വെച്ചത് എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. റൻഷിയുടെ പെരുമാറ്റം കാരണം ശിവാൻജി ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. ചില സമയത്ത് അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവനെന്നെ ഇഷ്ടമാണെന്ന് തോന്നും, മറ്റു ചിലപ്പോൾ അവൻ്റെ മൈസോഫോബിയ കുറേ കൂടി വഷളായെന്ന് തോന്നിപ്പോവുകയാണ് എന്നൊക്കെ അവൾ ഷിയാനെ വിളിച്ച് പറയുന്നുണ്ട്. അവന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് അത്ര പെട്ടെന്ന് ഉറപ്പിക്കേണ്ട, ചിലപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടി തമാശ കാണിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഷിയാൻ പറയുന്നു. ശിവാൻജിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ കുറച്ച് മുമ്പിലായി ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ജുൻജയിലായിരുന്നു. അവർ തമ്മിൽ എന്താണ് പറയുന്നതെന്നറിയാൻ അവൾ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. അവർ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ശിവാൻജിയുടെ ഫോൺ കട്ട് ചെയ്യുന്നു. ജുൻജ വിളിച്ചതനുസരിച്ച് സിനിമ കാണാൻ വന്നതായിരുന്നു അവൾ. അപ്പോഴാണ് ജുൻജ വേറൊരു പെൺകുട്ടിയെ കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നവൾ അറിയുന്നത്. എൻ്റെ ഹൈസ്കൂൾ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞ് ജുൻജ അവളെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ അടുത്തിടപഴകുന്നതൊന്നും ഷിയാന് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പോരെ തന്നെ ഷിയാന് പ്രായം കൂടുതലാണ് എന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞ് ജുൻജയുടെ ഫ്രണ്ട് അവളെ കളിയാക്കുന്നുമുണ്ട്. സത്യത്തിൽ ഷിയാന് തന്നോട് ഇഷ്ടമുണ്ടോ എന്നറിയാൻ ലൂഷ്യൻ പറഞ്ഞതനുസരിച്ചാണ് ജുൻജ ആ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്നത്. തിയേറ്ററിനുള്ളിൽ വെച്ച് ജുൻജ അവൾക്ക് പോപ്കോൺ നൽകിയതും ബോട്ടിലിൽ അടപ്പ് തുറന്നു കൊടുക്കുന്നതൊക്കെ കണ്ട് ഷിയാൻ ഒന്നുകൂടി കലി കയറുന്നു. അവളെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് ജുൻജയുടെ പെരുമാറ്റം. അതേ തിയേറ്ററിൽ തന്നെ കുറച്ച് പുറകിലായി വാങ്ഷ്യാനും ഡോങ്ഷിയും ഇരിക്കുന്നുണ്ടായിരുന്നു. റൻഷിയുടെ വീട്ടിൽ വേണ്ട സാധനങ്ങൾ വാങ്ങാനായി ശിവാൻജി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ അവൾക്ക് പുറകെ അവനും അവിടെ എത്തുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ ഉള്ളതല്ലേ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞു വെച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ശിവാൻജി അവനോട് ചോദിക്കുന്നുണ്ട്. സേഫ്റ്റിക്ക് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. അവളെ സാധനങ്ങൾ എടുക്കാൻ തിരക്കുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ സമയത്ത് അവൻ ഒരു ജോഡി സ്ലിപ്പേഴ്സ് അവൾക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്നത് അവൾക്ക് വലുതാണ്, വീഴാൻ സാധ്യതയുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ കാണാതെ സാധനങ്ങളുടെ കൂട്ടത്തിൽ അവനത് മറച്ചു വെക്കുന്നു. അപ്പോഴേക്കും ശിവാൻജി അവിടെ തിരിച്ചെത്തിയിരുന്നു. അവർ കപ്പിൾസ് ആണെന്ന് കരുതി ഷോപ്പിലെ സ്റ്റാഫ് കപ്പിൾ പൈജാമകൾ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്, ഒരു ജോഡി എടുക്കാൻ അവരോട് പറയുന്നു. ഞങ്ങൾ കപ്പിൾസ് അല്ല എന്ന് ശിവാൻജി പറഞ്ഞെങ്കിലും എനിക്ക് പൈജാമയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരു ജോഡി വാങ്ങിയേക്കാം, കളർ സെലക്ട് ചെയ്തോളാൻ നമ്മൾ പറയുന്നു. വീട്ടിലത് സാധനങ്ങളൊക്കെ അടുക്കിപ്പുറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പ് എവിടെ വെക്കണമെന്ന് ചോദിച്ച് ശിവാൻജി അതുമായി അവൻ്റെ അടുത്തുന്നു. നീ ഉപയോഗിക്കുന്ന ചെരുപ്പ് വലുതാണ് എന്ന് തോന്നിയത് കൊണ്ട് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ഉടൻ തന്നെ അവിടെ ഇരുന്ന് ചെരുപ്പ് മാറ്റിയെടുക്കുന്നു. സാനിറ്റൈസ് ചെയ്യാതെ അത് ഇട്ടതിൻ്റെ പേരിൽ റൻഷി അവിടെ ഒരു സീൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവളിരുന്ന സ്ഥലവും സോഫയും ചെരുപ്പുമെല്ലാം സാനിറ്റൈസ് ചെയ്യാനും ധരിച്ചിരിക്കുന്ന ഡ്രസ്സും ഇപ്പോൾ വാങ്ങിയ ഡ്രസ്സുമെല്ലാം അലക്കാനും അവൻ പറയുന്നു. ഡ്രസ്സ് അലക്കുന്നതിനും ഉണ്ടായിരുന്നു കുറേ ഡിമാൻഡ്. ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒരുമിച്ച് കഴുകരുത്, ടവലും സോക്സും പ്രത്യേകം കഴുകണം, ഓരോന്നിനും ഉപയോഗിക്കേണ്ട ഡിറ്റർജൻറ്റ് വേറെ വേറെയാണ്. അങ്ങനെ തുണി കഴുകുന്നതിന് മാത്രം അവൻ കുറേ കണ്ടീഷൻസ് നിരത്തുന്നുണ്ട്.
ശിവാഞ്ചിക്ക് പോലും അവൻ്റെ മൈസോഫോബിയ അസഹനീയമായി തോന്നി തുടങ്ങുന്ന വിധത്തിലായിരുന്നു അവൻ്റെ ആവശ്യങ്ങൾ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഷിയാൻ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇത് സിനിമയാണ്, റിയാലിറ്റി അല്ല, കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോങ്ഷി അവളുടെ കൂടെ തന്നെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ജുൻജയുടെ ഫ്രണ്ട് തണുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജുൻജ ഉടനെ തൻ്റെ ഷർട്ട് ഊരി അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. അത് പറഞ്ഞിട്ട് എൻ്റെ വീടിന് മുന്നിലെ സ്ട്രീറ്റ് ലൈറ്റ് പോയിരിക്കുകയാണ്, അതുകൊണ്ട് തനിച്ചു പോകാൻ പേടിയാണ്, എന്നെ ഒന്ന് കൊണ്ടാക്കാമോ എന്നും അവൾ ചോദിക്കുന്നു. ജുൻജ ഷിയാനെ കൊണ്ടുവിടാൻ തയ്യാറായി നിന്നാണെങ്കിലും ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് കേട്ടപ്പോൾ ഞാൻ തനിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. ലൂഷ്യൻ പറഞ്ഞു തന്ന ടിപ്പ് ഓപ്പോസിറ്റ് പരമാണല്ലോ ഉണ്ടാക്കുന്നത്. അവൻ എനിക്ക് പണി തന്നായിരിക്കുമോ എന്ന് ജുൻജ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശിവാഞ്ചിക്ക് റെൻഷി പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഇപ്പോൾ ആവശ്യമില്ലാത്ത ടവൽ വരെ അവൻ കഴുകി ഉണക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും കഴുകേണ്ടി വരില്ലേ? ഇങ്ങനെയാണെങ്കിൽ പണിയെടുത്തൊരു വഴിക്കാവുകയുള്ളൂ എന്നൊക്കെ പെറുപുറത്തുകൊണ്ടാണ് അവൾ മുറിയിലേക്ക് വന്നത്. പക്ഷെ ബെഡിൽ പുതുതായി വാങ്ങിയ ടവൽ കഴുകി ഉണക്കിയതും വേറെ കുറേ സാധനങ്ങളും റെൻഷി കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൻ തനിക്ക് വേണ്ടിയാണ് അത് വൃത്തിയാക്കാൻ പറഞ്ഞത് എന്നവൾ അറിയുന്നത്. അതുവരെ ഉണ്ടായ പരിഭവമൊക്കെ മാറി അവൾ ശരിക്കും ഹാപ്പിയാക്കുന്നുണ്ട്. സിനിമ കണ്ട് തിരികെ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് വന്ന കാര്യം റെൻഷിക്ക് അറിയാമോ എന്ന് വാങ്ഷാൻ ഡോങ്ഷിയോട് ചോദിച്ചിരുന്നു. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പോയി പറയണം എന്നാണ് അവൻ പറഞ്ഞത്. സത്യത്തിൽ റെൻഷിയോട് അതിനെക്കുറിച്ച് പറയണം എന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് അവൻ പറയാമെന്ന് വെച്ചത്. റെൻഷിയുടെ വീടിന് മുന്നിലെത്തിയപ്പോഴും പറയണോ വേണ്ടേ എന്ന് അവൻ സംശയിച്ച് നിൽക്കുന്നു. അവസാനം വാതിൽ മുട്ടുന്നു. റെൻഷിയാണ് വാതിൽ തുറന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡോങ്ഷി അകത്ത് കയറി സാനിറ്റൈസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശിവാഞ്ചി കുളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. അവളെ കണ്ട് ഡോങ്ഷി ശരിക്കും ഞെട്ടി എന്ന് മാത്രമല്ല തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. അവൻ തെറ്റിദ്ധരിച്ചത് മനസ്സിലായ റെൻഷി അത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും കാര്യം മനസ്സിലാവാത്തതിനാൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ആരോട് പറയുകയില്ല എന്ന് പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ നമ്മളെ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു എന്ന ബോധം അവൾക്കുണ്ടായത്. എന്തായിരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുക എന്ന് ചോദിച്ച് റെൻഷി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പുറകിലേക്ക് നീങ്ങുന്നു. അവസാനം മേശയിലിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ലിവിങ് ടുഗദറാണ് എന്നവൻ തെറ്റിദ്ധരിച്ച് കാണുമായിരിക്കുമല്ലേ എന്നവൾ പറഞ്ഞപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ലിവിങ് ടുഗദറാണ് എന്നവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും അവൻ അവളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. ശിവാഞ്ചിയുടെ നെഞ്ചിടിപ്പ് ശരിക്കും കൂടുന്നുണ്ട്. അധിക സമയം അങ്ങനെ നിൽക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കുറച്ച് കൂടിപ്പോയെന്ന് റെൻഷി സംശയിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ നെഞ്ചിടിപ്പും ശരിക്കും കൂടിയിരുന്നു. ശിവാഞ്ചി മുറിയിലെത്തി കഥ കടച്ച് അതേ നെഞ്ചിടിപ്പോടെ തന്നെ കുറേ സമയം നിൽക്കുന്നുണ്ട്. ശിവാഞ്ചി ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ പുറകിലൂടെ വന്ന റെൻഷി തൊട്ടടുത്തെത്തി ഞാൻ നിന്നെ കിസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നീ ചോദിച്ചില്ലേ? അത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് കിസ് ചെയ്യുന്നതായി അവൾ സ്വപ്നം കാണുന്നുണ്ട്. ഫോണിൻ്റെ ബെല്ലടി കേട്ട് ഉണർന്നപ്പോഴാണ് സ്വപ്നമായിരുന്നു അതെന്ന് അവൾ അറിയുന്നത്. അച്ഛനാണ് വിളിച്ചത്. സമയം 9 മണി കഴിഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ. ലൂഷ്യാനും ഫോൺ വിളിക്കുന്ന സമയത്ത് അച്ഛനൊപ്പം ഉണ്ടായിരുന്നു. ജോലിയൊക്കെ വളരെ നല്ലതാണ്, ബെയ്ജിങ്ങിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് എന്നൊക്കെ സംസാരിക്കുന്നിടയിൽ അവൾ അവരോട് പറയുന്നു. ഞാൻ കുറച്ച് ദിവസം ഫ്രീ ആണ്, ബെയ്ജിങ്ങിലോട്ട് വരട്ടെ എന്ന് ലൂഷ്യൻ അവളോട് ചോദിച്ചെങ്കിലും അവൾ ഉടനെ തന്നെ വേണ്ടെന്ന് പറയുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവൾ ഉടനെ തന്നെ ഫോൺ വയ്ക്കുന്നുമുണ്ട്. ഫോൺ വച്ച ശേഷമാണ് ടി വിയിൽ ബെയ്ജിങ്ങിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുന്നത് ലൂഷ്യൻ ശ്രദ്ധിച്ചത്. അവിടെ ശക്തമായ കാറ്റും മഴയുമാണ് എന്ന റിപ്പോർട്ട് കേട്ടപ്പോൾ ശിവാഞ്ചി കള്ളം പറഞ്ഞതാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൾ എവിടെയാണെന്ന് വല്ല വിവരം കിട്ടുമോ എന്നറിയാൻ അവൻ റെൻഷിയുടെ കമ്പനിയിലെത്തുന്നു. റിസപ്ഷനിൽ ശിവാഞ്ചിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ഹുയു ശിവാഞ്ചി ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നവനെ അറിയിക്കുന്നു. പിന്നെ അവൾ എവിടെ പോയതായിരിക്കുമെന്ന് ചിന്തിച്ചാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൾ റെൻഷിയുടെ വീട്ടിൽ കാണുമോ എന്ന സംശയം തോന്നിയിട്ടാകും അവൻ അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നു. ആരാണെന്നറിയാതെ വാതിൽ തുറന്ന് ശിവാജി അവനെ കണ്ട് വാതിലയ്ക്കാൻ തുടങ്ങിയെങ്കിലും അവൻ തടയുന്നു. ഇതാണ് ബെയ്ജിങ്ങിലെ നിൻ്റെ ഓഫീസ് എന്നവൻ ചോദിച്ചപ്പോൾ അച്ഛനും വിവരം അറിഞ്ഞു എന്നവൾ ചോദിക്കുന്നു. അച്ഛൻ അറിഞ്ഞെങ്കിൽ ഞാൻ തനിച്ചു വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് ഇടിച്ചു കയറുന്നുണ്ട്. അകത്ത് കയറരുത്, നമുക്ക് പുറത്തു വെച്ച് സംസാരിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അവനത് കാര്യമാക്കുന്നില്ല. ശിവാഞ്ചി അവൻ്റെ പുറകെ ചെന്ന് അവനെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അവൻ എന്ത് പറഞ്ഞാണ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ലൂഷ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതിന് ബോസുമായി ഒരു ബന്ധവുമില്ല എന്നവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ റെൻഷി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. നീ എന്താണ് ഇവിടെ എന്ന് റെൻഷി ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന വിവരം വീട്ടിൽ പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ലൂഷ്യനോട് വിശദീകരിക്കാൻ കുറച്ച് സമയം തരണം എന്ന് ശിവാഞ്ചി റെൻഷിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൻ ഷൂ പോലും മുരാതെ അകത്തേക്ക് കയറി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ നിന്ന് സംസാരിക്കാൻ റെൻഷി സമ്മതിക്കുന്നുണ്ട്. അച്ഛനോട് ഇക്കാര്യം പറയരുത്, അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ അത് അറിഞ്ഞതുകൊണ്ട് നീ എന്തിനാണ് ഈ ജോലി ചെയ്യാൻ തയ്യാറായത്? ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നവൻ പറയുന്നു. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല, ബോസിന് എന്നെ ആവശ്യമുണ്ട് എന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ എന്നെ കൂടി ഇവിടെ താമസിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നിനക്കിവിടെ ജോലി തുടരാം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോകാമെന്ന് അവൻ പറയുന്നു. നിന്നെ എന്തിനാണ് ഇവിടെ താമസിപ്പിക്കുന്നത്? എനിക്ക് സമ്മതമല്ല എന്ന് റെൻഷി ഉടൻ തന്നെ പറയുന്നു. ശിവാഞ്ചിയുടെ സേഫ്റ്റിക്കും നിന്റെ പഴയ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നിന്റെ മൈസോഫോബിയയ്ക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് കൊണ്ടും ഞാനിവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ലൂഷ്യനും പറയുന്നു. അവൻ റെൻഷിയുടെ തെറാപ്പിസ്റ്റാണെന്ന് ശിവാഞ്ചി അപ്പോഴാണ് അറിഞ്ഞത്. പഴയ തെറാപ്പിസ്റ്റ് ആയിരുന്നു എന്ന് റെൻഷി തിരുത്തി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമില്ല, എൻ്റെ കണ്ടീഷൻ അത്ര മോശമൊന്നുമല്ല എന്നും അവൻ പറയുന്നു. അവൻ്റെ കണ്ടീഷനെക്കുറിച്ച് അറിയാനായി ലൂഷ്യൻ അവനോട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു.
3 പാസ്സായാൽ അവൻ പറയുന്നത് അംഗീകരിക്കാമെന്ന് ലൂഷ്യൻ പറയുന്നു. ഇപ്പോൾ എത്ര തവണ കുളിക്കാറുണ്ട്, മറ്റുള്ളവരുമായി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് ലൂഷ്യൻ ചോദിച്ചത്. ആദ്യം 3 തന്നെ അവൻ ഫെയിലാവുന്നതിനാൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്ന് ലൂഷ്യൻ പറയുന്നു. റെൻഷ് പക്ഷേ സമ്മതിക്കുന്നില്ല. മൈസോഫോബിയ മാറാൻ ഒരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശിവാൻജിയും അവനോട് പറയുന്നു. കുറേ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം നിനക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം. അതിനുള്ളിൽ നിന്റെ പ്രൊഫഷൻ സ്കിൽ ഉപയോഗിച്ച് എൻ്റെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കുക. അതുവരെ ഇവിടെ താമസിച്ചോളാൻ അവസാനം റെൻഷി അവനോട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.